Hello, sir. Okay. Yes, Nihal. Good morning and Assalamu The alaikum. chat box on. Okay, make it fast. If you're taking more time, you will be the loser. Maximum 12 minutes or 30 minutes. Come fast. We'll start right now. Okay. Good morning, all. Hope you can see the window, right? Is it visible? Yes, sir. Okay. Fine. Okay. Take your notebook and write down this one. Up to this one, we wrote, right? Did you complete this one for this illustration 11? Sahil, a shareholder, failed to pay. Have you completed this one yesterday? Yes, sir. Okay. I hope you have to write this one. Okay, we were discussing about what is the journal entry when the shares are forfeited. Okay, now it is the second. സാഹിലിന്റെ ഇലിസ്ട്രേഷനിൽ ലാസ്റ്റ് എന്താ ഉള്ളത്? അത്രേ ഉള്ളല്ലോ. Yeah, up to this one. Okay, now this one forfeiture of shares issued at premium. In this case, we have second case, that is if the premium has not been received. In previous case, we discussed the journal entries when the premium is received. In that one, no need to consider the premium amount. When it is received, no need to consider. But when the premium is not received, it should be considered while providing the journal entry. When the premium is not received, then the journal entry will be share capital account debtor. And the കൂടെ തന്നെ എഴുതിക്കോളൂ കേട്ടോ. Take a notebook and update. Share capital account debtor. Here you can give called up amount, securities premium reserve account. Here you can give the premium amount. What is the premium amount? To share forfeiture. എത്രയാണോ ഷെയർ ഹോൾഡർ അതുവരെ പേ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് ആണ് ഷെയർ ഫോർഫീച്ചറിലേക്ക് കൊടുക്കേണ്ടത്. ടു ഷെയർ അലോട്ട്മെന്റ്, അവിടെ അയാൾ അടയ്ക്കാത്ത അലോട്ട്മെന്റ് മണി ഇൻക്ലൂഡിങ് പ്രീമിയം. ഓക്കെ, സാധാരണ അലോട്ട്മെന്റ് മണിന്റെ കൂടെയാണ് പ്രീമിയം വരിക. ഇപ്പോൾ നമ്മുടെ കേസ് എന്ന് പറയുന്നത് പ്രീമിയം കിട്ടാത്ത സമയത്ത് അയാളുടെ ഷെയർ ഫോർഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി? ഇവിടെ അയാൾ പ്രീമിയം തന്നിട്ടില്ല, സോ അലോട്ട്മെന്റ് മണി കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിൽ അൺപെയ്ഡ് എമൗണ്ട്, അയാൾ പേ ചെയ്യാത്ത എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുക. അവിടെ ഇൻക്ലൂഡിങ് പ്രീമിയം ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അലോട്ട്മെന്റിന്റെ കൂടെ ആയിരിക്കും പ്രീമിയം ഉണ്ടാവുക. പ്രീമിയം അടക്കം എത്രയാണോ അയാൾ പേ ചെയ്യാത്തത് ആ എമൗണ്ട് ആണ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ടു ഷെയർ കോൾസ് അക്കൗണ്ട്. ഓക്കെ, ടു ഷെയർ കോൾസ് അക്കൗണ്ട്. Suppose a company forfeited immediately after the allotment. Okay, for example, if the company forfeited the shares immediately after the allotment, ഒരു ഷെയർ ഹോൾഡർ അലോട്ട്മെന്റ് മണി പേ ചെയ്തില്ല, അലോട്ട്മെന്റ് മണിയുടെ കൂടെയുള്ള പ്രീമിയം പേ ചെയ്തില്ല, അത് കാരണം അയാളുടെ ഷെയർ അപ്പൊ തന്നെ കമ്പനി ഫോർഫിറ്റ് ചെയ്തു എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഷെയർ കോൾ അക്കൗണ്ട് വരില്ല. കാരണം അലോട്ട്മെന്റിന് ശേഷം തന്നെ കമ്പനി അയാളുടെ ഷെയർ ഫോർഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി ഏതുവരെ വിളിച്ചിട്ടുള്ളൂ? അയാൾക്ക് വേണ്ടി അലോട്ട്മെന്റ് വരെ വിളിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ അവിടെ കോൾ മണി എഴുതേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ മാക്സിമം ഫോർമാറ്റ് ആണ് ജനറൽ എൻട്രീസിൽ കൊടുക്കുക. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്, ഹിയർ അൺപെയ്ഡ് amount, ടു ഷെയർ കോൾ അക്കൗണ്ട് അൺപെയ്ഡ് amount. ഓക്കെ, ഈ ഷെയർ കോൾ അക്കൗണ്ട് കമ്പനി വിളിച്ചിട്ട്, കമ്പനി വിളിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ മാത്രമാണ് ഇവിടെ ഈ ഒരു എൻട്രി വരിക. കമ്പനി വിളിച്ചിട്ടില്ലെങ്കിൽ ഇതിവിടെ എഴുതേണ്ട ആവശ്യമില്ല.
Okay, all of you keep your videos on. That will be better. Okay. Ashir, are you there? Yes, sir. Okay, keep your videos on. Nihal too. What is Hashim? Okay. So this is the narration. Share forfeited for non-payment of allotment money and calls made. എഴുതിയെടുത്തോ എല്ലാവരും? താഴെ നോട്ടാക്കിയിട്ട് ഈ ഒരു നോട്ടും കൂടെ കൊടുക്കാം. If calls in arrears account is maintained, calls in arrears account is credited instead of share allotment and share call account. ഇവിടെ ക്രെഡിറ്റിൽ ഫോർഫീച്ചറിന് താഴെ ഫോർഫീച്ചറിൽ നമ്മൾ കിട്ടിയ എമൗണ്ട് ആണ് എഴുതേണ്ടത്. അതിന് താഴെ ഷെയർ അലോട്ട്മെന്റും ഷെയർ കോൾ അക്കൗണ്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വിളിച്ചിട്ട് കിട്ടാത്ത എമൗണ്ട് ആണ് നമ്മൾ അവിടെ കൊടുക്കുക. കമ്പനി ഇൻവൈറ്റ് ചെയ്തിട്ടും ഷെയർ ഹോൾഡർ പേ ചെയ്യാത്ത എമൗണ്ടുകളാണ് ഷെയർ അലോട്ട്മെന്റിലും ഷെയർ കോൾ അക്കൗണ്ടിലും നമ്മൾ കൊടുക്കുക. ഇൻ കേസ് കമ്പനി ക്രിയേറ്റിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്, കമ്പനി കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ഷെയർ അലോട്ട്മെന്റ് ഷെയർ കോൾ അക്കൗണ്ട് എന്ന് സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല. പകരം ടു ഷെയർ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് മാത്രം കൊടുത്താൽ മതി. അതാണ് താഴെ കൊടുത്തിട്ടുള്ള നോട്ട്സിന്റെ ഉദ്ദേശം. താഴെ നോട്ട്സ് ഇങ്ങനെ എഴുതിയാൽ മതി. If calls in arrears account is maintained, calls in arrears account is credited instead of share allotment and share call account. Hope you completed. Anybody else to complete? നോട്ട് ചെയ്യുന്നുണ്ട്. Okay. നോട്ട്സിൽ അവസാനത്തെ സെന്റൻസിൽ ചേഞ്ച് ഉണ്ട് കേട്ടോ. കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് എന്ന് കഴിഞ്ഞിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഷെയർ അലോട്ട്മെന്റ് ആൻഡ് കോൾസ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. Okay. You can hear me, right? കേട്ടില്ല, കട്ടായി പോയി. Okay. Can you hear me right now? Yes. There is power failure. Okay. Okay. Don't worry. I'm using mobile data. If you have any voice clarity Is problem, sorry. No, sir. Okay. അല്ല, ഈസ് ക്രെഡിറ്റഡ് കഴിഞ്ഞിട്ട് എന്താ? Is credited instead of share call share allotment account and share call account. Calls in arrears account is credited instead of share allotment and share call account. Okay. Now write a small question. Sunena, a shareholder holding rupees 500 shares of rupees 10 each,
did not pay the allotment money of rupees 4 per share, including premium of rupees 2. The first and final call of rupees 3 and the first and final call of rupees 3. Her shares were forfeited after the first and final call. Give journal entries for forfeiture of shares. Okay, this is the question in which she did not pay the allotment money, including premium, and also first and final call money. Okay, and her share were forfeited after first and final call, which means company called all the money, right? Have we completed the question? No, sir. Okay. Jumana, can you hear me? Yes, sir. Did you register for the exam through that Google Form link? No, sir. Why? Sorry, sir. I forgot about that. Today itself. Nihal, are you there? Okay, you completed, right? Now, for future account, first journal entry, it will be for future account. How much will be debited to the for future account? Can you tell me? Hello, am I audible? Yes, sir. Okay, listen here. To the share capital, you can debit 5,000. Why? Check the previous journal entry. I mean the format. Into the share capital, we have to give the amount called up. Okay, കമ്പനി ഏതുവരെ വിളിച്ചിട്ടുണ്ട് കോൾഡ് അപ്പ് കമ്പനി എത്ര വരെ വിളിച്ചിട്ടുണ്ടോ അതാണ് കൊടുക്കേണ്ടത്. സോ 500 ഷെയർസ് ആർ ഫോർഫീറ്റഡ്. ആ 500 ഷെയർസിന്റെ എല്ലാം വിളിച്ചിട്ടുണ്ട് ബിക്കോസ് ദ ലാസ്റ്റ് സെന്റൻസ് ഈസ് ദാറ്റ് ഹെർ ഷെയർസ് വെർ ഫോർഫീറ്റഡ് ആഫ്റ്റർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോളും വിളിച്ചതിന് ശേഷമാണ് അയാളുടെ
അവളുടെ ഷെയർ ഫോർഫിറ്റ് ചെയ്തിട്ടുള്ളത്. സോ 500 into 10, that is 5,000. Okay, that is 5,000. Now to the another debit, we have premium here. Securities premium reserve account, in which we have to give the premium amount. What is the premium amount? Here premium is ₹2. It is specified in the question, including premium of ₹2. So premium is ₹2. Number of shares is 500. So 500 into 2,000. Okay. So these are the two debits included here. Now to share allotment account. Okay. Before that, you have to write share forfeiture. I will recorrect this one. Actually, the forfeiture should be ended first. Okay. Now you listen here. To share forfeiture, ₹2,500. How 2,500? Because here the shareholder did not pay the allotment money of ₹4, and which including premium of ₹1, first and final call of ₹3. Okay, first and final call of ₹3. അപ്പൊ ആകെ ഒരു ഷെയറിന്റെ പ്രൈസ് 10 രൂപയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് ഓഫ് എ 1 ഷെയർ ഈസ് ₹10, and she did not pay the allotment money including premium ₹4 and first and final call of ₹3. ഓക്കെ, സോ ഷെയറിന്റെ പ്രൈസ് 10 ആണ്. ഈ 10 എന്ന് പറയുന്നത് എക്സ്ക്ലൂഡിങ് പ്രീമിയം ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്ക്ലൂഡിങ് പ്രീമിയം. അപ്പൊ ഇൻക്ലൂഡിങ് പ്രീമിയം എത്രയായിരിക്കും? 12 രൂപയായിരിക്കും. ഓക്കെ, ആ 12ൽ അയാൾ അടക്കാത്തത് എത്രയാണ്? അലോട്ട്മെന്റ് മണി 4, അതുപോലെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി 3. അപ്പോൾ ടോട്ടൽ അയാൾ എത്ര അടച്ചിട്ടില്ല? 7 അടച്ചിട്ടില്ല. ടോട്ടൽ പ്രൈസ് എത്രയാ ഷെയറിന്റെ ഇൻക്ലൂഡിങ് പ്രീമിയം? 12. ഓക്കെ, അപ്പൊ 12ൽ 7 അടച്ചിട്ടില്ലെങ്കിൽ ബാക്കി എത്ര അടച്ചിട്ടുണ്ട്? പറയൂ, ഹൗ മച്ച് ഷീ പെയ്ഡ് ടു ദ കമ്പനി? Not 3. All of you keep your videos on. Yeah, the 7 means see, we included the 4, no? 4 means including premium. So premium അടക്കം ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് it is ₹12. അപ്പോ എന്താ 12ൽ 7 ആണ് അടച്ചതെങ്കിൽ അടക്കാത്തത് എത്രയാ? 5. 5. ഓക്കെ, വെരി സിമ്പിൾ. സോ 5 rupees ആണ് അയാൾ അടച്ചത്. സോ അടച്ച എമൗണ്ട് നമ്മൾ അങ്ങോട്ട് മാറ്റും, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, that should be transferred to share forfeiture account. That is 500 into 5 rupees, 2,500. Okay, after that, to share allotment. Allotment അയാൾ എത്ര അടക്കാത്തത്? ₹4 അല്ലേ? ഇത് ഇൻക്ലൂഡിങ് പ്രീമിയം ആണ്. ഈ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് പ്രീമിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ബിക്കോസ് പ്രീമിയം നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടാത്ത എമൗണ്ടിനെ നമ്മൾ അലോട്ട്മെന്റിന്റെ കൂടെ ആഡ് ചെയ്യും. കിട്ടാത്ത പ്രീമിയം എമൗണ്ടിനെ അലോട്ട്മെന്റിന്റെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. സോ എൻ്റെ 4 rupees നമുക്ക് കിട്ടുന്നില്ല, ഇൻക്ലൂഡിങ് പ്രീമിയം. ഓക്കെ, സോ ഏത് അത് പ്രീമിയം കിട്ടുകയാണെങ്കിൽ അത് കൺസിഡർ ചെയ്യണ്ട. അയാൾ പ്രീമിയം അടക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, പ്രീമിയം അടച്ചിട്ടില്ലെങ്കിൽ കൺസിഡർ ചെയ്യണം. സോ ഷെയർ അലോട്ട്മെന്റ് മണി എന്ന് പറയുന്നത് ₹4 ആണ്. 4 into 500, 2,000. ഓക്കെ, ദെൻ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഇതൊക്കെ അൺപെയ്ഡ് എമൗണ്ട് ആണ്. കമ്പനി വിളിച്ചിട്ടും സുനേന അടയ്ക്കാത്ത എമൗണ്ടുകളാണ് ഈ പറയുന്ന ഷെയർ അലോട്ട്മെന്റും ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും.
So share first and final call amount is rupees 3. 3 into 500 shares is equal to 1,500. Okay. So forfeited 500 shares for non-payment of first and final call. Not only first and final call. Write the journal entry like this. Forfeited 500 shares of Sunena due to non-payment of allotment money and call money. You can write narration like this. Forfeiture of 500 shares for non-payment of allotment money and call money. അപ്പൊ ഇവിടെ ആകെ അടച്ചേക്കുന്നത് എന്തൊക്കെയാ? Sorry? ഇവിടെ ആകെ പെയ്ഡ് അടച്ചേക്കുന്നത് എന്തൊക്കെയാ? അപ്പൊ അടച്ചേക്കുന്നത് it must be application money only. കാരണം പ്രോസസ്സ് നിങ്ങൾക്കറിയാം, ആദ്യം അപ്ലിക്കേഷൻ ആണ്, അത് കഴിഞ്ഞിട്ടാണ് അലോട്ട്മെന്റ് വരുന്നത്. അലോട്ട്മെന്റ് മുതൽ അയാൾ അടച്ചിട്ടില്ല, അപ്പൊ അടച്ചത് എന്ത് മാത്രമായിരിക്കും? ആപ്ലിക്കേഷൻ മാത്രമായിരിക്കും. അപ്ലിക്കേഷന്റെ അമൗണ്ട് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഓക്കെ. Sir, forfeited 500 shares for non-payment of call allotment money and call money. Okay, have you completed? Now this you can do this as homework later, not right now. Now give next side heading reissue of forfeited shares. Reissue of forfeited shares. What is reissue of forfeited shares? Can anybody say that? Fatima, Jumana, try to say. What is your understanding about reissue of forfeited shares? അറിയില്ല സർ. No idea. Ash, Tamil. Your voice is not audible. ഫോർഫിറ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് വീണ്ടും. Yes, very good. When we forfeited some shares due to non-payment of allotment money or call money, that those shares can be reissued to the other shareholders. Okay. ഏതോ ഒരു ഷെയർ ഹോൾഡർ അയാളുടെ അലോട്ട്മെന്റ് മണിയോ കോൾ മണിയോ അടക്കാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യും? കമ്പനി അയാളുടെ ഷെയർസ് ക്യാൻസൽ ചെയ്യും. അതിനെയാണ് ഫോർഫീച്ചർ എന്ന് പറയാം. അങ്ങനെ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് കമ്പനിക്ക് എന്ത് ചെയ്യാം? മറ്റാർക്കെങ്കിലും വീണ്ടും ഇഷ്യൂ ചെയ്യാം. ഓക്കെ. അതിനാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, സോറി, റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡറിന് തന്നെ കൊടുക്കണോ, അല്ല പുറത്തൊന്നും കൊടുക്കാൻ പറ്റുമോ? Of course, it can be given to the outside. Okay. So the directors can either cancel or reissue of forfeited shares, which may be at a par, at premium, or at a discount. ഒന്നെങ്കിൽ ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാം? ആ ഫോർഫിറ്റഡ് ഷെയർസ് ക്യാൻസൽ ചെയ്ത ഷെയർസ് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത് ഒഴിവാക്കാം. കമ്പനിക്ക് ഇനി അങ്ങനെ ഷെയർ വേണ്ട എന്നുള്ളത് ഡയറക്ടേഴ്സിന് തീരുമാനിക്കാം. അല്ലെങ്കിൽ ആ ഷെയർ എന്ത് ചെയ്യാം? മറ്റാർക്കെങ്കിലും റീഇഷ്യൂ ചെയ്യാം. ഓക്കെ. ഫോർഫിറ്റ് ചെയ്തിട്ടുള്ള ഷെയർസ്, ആ ഷെയർസ് തന്നെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ അത് മറ്റാർക്കെങ്കിലും റീഇഷ്യൂ ചെയ്യാം. ദാറ്റ് ഈസ് അപ് ടു ദി ഡയറക്ടേഴ്സ്. ദാറ്റ് ക്യാൻ ബി മെയ്ഡ് at par or at premium or at discount. So reissue can be given as discount. Okay. Fresh issue നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ആസ് പെർ ദി കമ്പനീസ് ആക്ട് 2013. പക്ഷേ റീഇഷ്യൂ വേണമെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിന് കൊടുക്കാം. 10 രൂപയുടെ ഷെയർ 8 രൂപക്ക് നമുക്ക് റീഇഷ്യൂ ചെയ്യാം. പക്ഷേ ഫ്രഷ് ഷെയർ ഒരിക്കലും 10 രൂപയുടേത് 8 രൂപക്കോ
അല്ലെങ്കിൽ 100 രൂപയുടേത് 90 രൂപയ്ക്കോ നമുക്ക് ഡിസ്കൗണ്ടിന് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾ. ബട്ട് ഇൻ കേസ് ഓഫ് റീ ഇഷ്യൂ ഇറ്റ് ഈസ് അലൗഡ്. ഓക്കെ, സോ പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വിലക്ക് കൊടുക്കാം. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പൈസക്ക് കൊടുക്കുക. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞ പൈസക്ക് കൊടുക്കുക. നൗ റീഇഷ്യൂഡ് ആസ് ഫുള്ളി പെയ്ഡ് അറ്റ് പാർ പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെ അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, കോൾ മണി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരൊറ്റ പേയ്മെന്റ്. ഓക്കെ, ഓൺലി വൺ പേയ്മെന്റ് വിൽ ബി ദയർ. റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ആയിരിക്കുമല്ലോ അല്ലേ? സോറി, ആ ഒറ്റ പേയ്മെന്റില് ഒറ്റ പേയ്മെന്റിൽ ഇപ്പം 10 രൂപയുടെ ഷെയർ ആണ് ഇപ്പൊ കമ്പനി 9 രൂപക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആ 9 രൂപ ഒറ്റ പേയ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫുള്ളി പെയ്ഡ്. And amount of discount allowed cannot exceed the amount received on forfeiture of shares. അത് മറ്റൊരു കോൺസെപ്റ്റ് ആണ്. Amount of discount allowed cannot exceed the amount received on forfeited shares. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഷെയർ നമ്മൾ ഫോർഫിറ്റ് ചെയ്തിരുന്നു. ആ 100 ഷെയറിന്മേൽ നമുക്ക് ശരിക്കും ആദ്യം 5 രൂപ വെച്ച് കിട്ടിയിരുന്നു. ഓക്കെ, 100 ഷെയറിന്മേൽ നമുക്ക് 5 രൂപ വെച്ച് കിട്ടിയിരുന്നു. പക്ഷെ ബാക്കിയുള്ളത് കിട്ടാത്തത് കാരണം ആ ഷെയർ ഫോർഫിറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പം ഫോർഫീച്ചർ അക്കൗണ്ടിൽ എത്രയുണ്ടാവും? 100 ഷെയറിന്റെ 5 രൂപ, റൈറ്റ്? 500 രൂപ കിടപ്പുണ്ടാവും. മനസ്സിലായല്ലോ? ഇനി ആ 100 ഷെയർ കമ്പനി റീഇഷ്യൂ ചെയ്യാണ്. പക്ഷെ കമ്പനി ഡിസ്കൗണ്ടിനാണ് റീഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, 10 രൂപയുടെ ഷെയർ ആണ്, അത് നമ്മൾ കമ്പനി ഡിസ്കൗണ്ടിനാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ മൊത്തം ഡിസ്കൗണ്ട് ഏതിനേക്കാൾ കൂടാൻ പാടില്ല? നമ്മുടെ ഫോർഫീച്ചർ അക്കൗണ്ടിൽ എത്രയാണോ എമൗണ്ട് ഉള്ളത് അതിനേക്കാൾ കൂടാൻ പാടില്ല. ഫോർഫീച്ചർ അക്കൗണ്ടിൽ ആ ഷെയർ ഫോർഫിറ്റ് ചെയ്തപ്പോൾ 500 രൂപ കിടക്കുന്നുണ്ട്, പഴയ ഷെയർ ഹോൾഡർ അടച്ചത്. ഓക്കെ, ആ 500നേക്കാൾ കൂടാൻ പാടില്ല എന്ത്? റീഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. കിട്ടിയോ? ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എന്തായാലും കുറയത്തല്ലേ ഉള്ളൂ. കുറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ 10 രൂപയുടെ ഷെയർ ആണ്. ലീസൺ, 10 രൂപയുടെ ഷെയർ ആണ്. കമ്പനി എന്ത് ചെയ്യുന്നു? അത് 8 രൂപക്കാണ് വിൽക്കുന്നത്. അപ്പൊ അവിടെ എത്ര നഷ്ടം ഒരു ഷെയറിന്മേൽ? എത്ര ഡിസ്കൗണ്ട് ഒരു ഷെയറിന്മേൽ? 10 രൂപ 2 രൂപ. 2 രൂപയാണ് ഡിസ്കൗണ്ട്. അങ്ങനെ 100 ഷെയറിന് 2 രൂപ വെച്ചാൽ മൊത്തം എത്രയാ ഡിസ്കൗണ്ട്? 300. ഏ 200 ആയി. 500 സ്ഥാനത്ത് അവിടെ ബാക്കി 300 ഉദ്ദേശിച്ചു. അല്ല, ഡിസ്കൗണ്ട് 200 അല്ലേ കൊടുത്തുള്ളൂ? അത് 500 എക്സീഡ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. അതാണ് ഉദ്ദേശിച്ചത്. ആ ഓൾറെഡി അവിടെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലുള്ള എമൗണ്ടിനെ എക്സീഡ് ചെയ്യാത്ത തരത്തിൽ ഡിസ്കൗണ്ട് കൊടുക്കാം. അപ്പൊ മാക്സിമം കമ്പനിക്ക് എത്ര വരെ ഡിസ്കൗണ്ട് കൊടുക്കാം? 5 രൂപ വരെ ഡിസ്കൗണ്ട് കൊടുക്കാം. മനസ്സിലായല്ലോ? 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോർഫീച്ചർ അക്കൗണ്ടിൽ പിന്നെ 0 ആയിട്ട് മാറും. പക്ഷെ 6 രൂപ കൊടുക്കാൻ കഴിയില്ല, ബിക്കോസ് വി ഹാവ് ഓൺലി 500 ഇൻ ദി ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ബാലൻസ് വരുന്നത് നമ്മൾ എവിടെ നിന്ന് എടുക്കും? ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് എടുക്കും. ഓക്കെ, അതിന്റെ എൻട്രി ഒക്കെ വരുന്നുണ്ട്. Don't worry. So it says that discount allowed cannot exceed the amount received on forfeited shares. Next point, discount allowed on reissue of forfeited shares should be debited to the forfeited shares account. Discount allowed on reissue of shares, forfeited shares should be debited to the share forfeiture account. അതായത് നമ്മളിപ്പോ 10 രൂപയുടെ ഷെയർ, നേരത്തെ എക്സാമ്പിൾ എടുത്തോ, 100 ഷെയർ, 10 രൂപയുടെ 100 ഷെയർ നമ്മൾ 8 രൂപക്കാണ് വിൽക്കുന്നത്. ശരിക്കും നമുക്ക് എത്ര കിട്ടണം? 1000 കിട്ടേണ്ട അടുത്ത് 800 രൂപയെ കിട്ടുന്നുള്ളൂ. ബാക്കി 200 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ആണല്ലോ. അപ്പോ എൻട്രി എഴുതുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്ററിൽ നമ്മൾ 800 എഴുതും. തൊട്ട് താഴെ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ 200 എഴുതി വെക്കും. കാരണം ആ ഡിസ്കൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ്. ഓക്കെ, സോ ദെയർ വി വിൽ ഡെബിറ്റ് ഫോർഫീച്ചർ അക്കൗണ്ട്. ആ ഡിസ്കൗണ്ട് എത്രയാണോ അത് ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ട് എൻട്രിയിൽ കാണിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഡിസ്കൗണ്ട് അലൗഡ് ഓൺ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ദി ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. സോ എമൗണ്ട് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ടിന്റെ തൊട്ട് താഴെ എത്രയാണോ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത് ആ എമൗണ്ടിലേക്ക് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കൊടുക്കും.
And the last one, it is very important. Last point. The balance in the share forfeiture account should be treated as capital profit. Okay. Balance in the share forfeited account should be treated as capital profit, and that can be transferred to capital reserve account. Let us take the previous example itself. We forfeited 100 shares of rupees 10 each. Okay. And we received 500 from the previous shareholder, and we transferred that 500 to the share forfeiture account. When we reissued that one at a discount of 2 per share, we took rupees 200 from the forfeiture account. Then what is the remaining balance in the forfeiture account? There Sir, was, കൂടി പറയാം. yeah, we were 100 shares, okay, of rupees 10 each. 10 രൂപയുടെ 100 ഷെയർ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഷെയർ ഹോൾഡർ, പഴയ ഷെയർ ഹോൾഡർ നമുക്ക് 5 രൂപ വെച്ച് തന്നിരുന്നു. അങ്ങനെ നമ്മൾ ബാക്കി തരാത്തത് കാരണം ഫോർഫീറ്റ് ചെയ്തു. അപ്പൊ 5 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കും. ഓക്കെ. എന്നിട്ട് ആ 100 ഷെയർ പിന്നീട് റീഇഷ്യൂ ചെയ്യണം. മറ്റൊരാൾക്ക് റീഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് റുപ്പീസ് 2, 2 രൂപ ഡിസ്കൗണ്ടിനാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ എത്ര ഡിസ്കൗണ്ട് വന്നു? ടോട്ടൽ 100 രൂപ, 100 ഷെയറിന് 2 രൂപ വെച്ച് നോക്കുമ്പോൾ 200 രൂപ ടോട്ടൽ ഡിസ്കൗണ്ടിൽ പോകും അല്ലേ? ആ ഡിസ്കൗണ്ട് നമ്മൾ എവിടെ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള 500-ൽ നിന്നാണ് ഈ ഡിസ്കൗണ്ടിന്റെ 200 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ 500-ൽ നിന്ന് 200 അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ എത്രയുണ്ട് ഇനി? 300. 300 ആണല്ലോ. That 300 will be treated as capital profit. മനസ്സിലായല്ലോ? ഫോർഫിറ്റ് ചെയ്തിട്ടുള്ള ഷെയർ റീഇഷ്യൂ ചെയ്തതിനു ശേഷവും ആ ഷെയറിന്റെ ഫോർഫിറ്റഡ് amount ബാക്കി വരികയാണെങ്കിൽ that will be treated as capital profit. Okay, and that will be transferred to capital reserve account. Okay, Ryan, are you able to follow? Yes, sir. What about Nihal, Jumana? Yes, sir. Okay. സാർ മറ്റേ സ്ലൈഡ് ഒന്നും കൂടെ ഒന്ന് എഴുതി കഴിഞ്ഞില്ല? കഴിഞ്ഞു. ഓക്കെ. Okay. We have few more points. നമ്മൾ ബാലൻസ് വരുന്ന എമൗണ്ട് ഫോർ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് പരിഗണിക്കും. അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് പരിഗണിക്കും. അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ക്യാപിറ്റൽ പ്രോഫിറ്റ് അറൈസസ് ഓൺലി ഇൻ റെസ്പെക്ട് ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് റീഇഷ്യൂഡ് and not on all forfeited shares. Let us take the previous example itself. We forfeited 100 shares. ആ 100 ഷെയർസിന് ആദ്യത്തെ ഷെയർ ഹോൾഡർ 5 രൂപ വെച്ചിട്ട് 500 രൂപ നമ്മുടെ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അത്രയും മനസ്സിലായല്ലോ? ഓക്കെ. അതിനുശേഷം we reissued only 50 shares. ഓക്കെ. നമ്മൾ 100 ഷെയർസ് ആണ് ഫോർഫീറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ 50 ഷെയർ മാത്രമേ റീഇഷ്യൂ ചെയ്തുള്ളൂ. അങ്ങനെ വരുമ്പോ ആ 50 ഷെയർ റീഇഷ്യൂ ചെയ്തിട്ട് ബാക്കി വരുന്ന 50 ഷെയറിന്റെ ഫോർഫീറ്റഡ് എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് റീഇഷ്യൂ ചെയ്യാത്ത ഷെയർസിന്റെ ഫോർഫീറ്റഡ് എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് എടുക്കൂല. മനസ്സിലായല്ലോ? റീഇഷ്യൂ ചെയ്ത ഷെയർസിന്റെ ഫോർഫിറ്റഡ് എമൗണ്ട് മാത്രമേ, അതായത് ബാലൻസ് വരുന്ന ഫോർഫിറ്റഡ് എമൗണ്ട് മാത്രമേ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുള്ളൂ. കിട്ടിയോ? സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞു. Let us take the same example. We forfeited 100 shares, okay, and we the old shareholder was he paid 5 rupees 5 each, so we have 500, right? In share forfeiture account we have 500. After that we reissued only 50 shares.
Okay, we reissued only 50 shares at a discount of ₹2, right? 50 ഷെയർ മാത്രമേ നമ്മൾ റീഇഷ്യൂ ചെയ്തുള്ളൂ അറ്റ് എ 2 രൂപ. പ്രൈസ് ₹8, അതായത് ₹2 ഡിസ്കൗണ്ടിന് വിറ്റു. അങ്ങനെ ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ് നമുക്ക്? 100. കാരണം 50 ഷെയർ നമ്മൾ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ഓരോ ഷെയറിന്മേലും ₹2 വെച്ചിട്ട് കൊടുക്കുമ്പോൾ 100 into 2 rupees, 50 into 2 rupees 100 മാത്രമേ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ 50 ഷെയറിന്റെ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്ര ഉണ്ടാവും? 100 ഷെയറിന് ₹500 50 ഷെയറിന് എത്ര ഉണ്ടാവും? 250. 250. ഓക്കെ, ആദ്യത്തെ ഷെയർ ഹോൾഡർ ഓരോ ഷെയറിനും ₹5 വെച്ചിട്ട് നമുക്ക് തന്നിരുന്നു. അതുകൊണ്ട് 100 ഷെയറിന് ₹500 50 ഷെയറിന് ₹250 ഫോർഫീച്ചർ അക്കൗണ്ടിൽ ഉണ്ടാവുക, അല്ലേ? ഇനി നമ്മൾ 50 ഷെയർ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്നു. അവിടെ നമുക്ക് മാക്സിമം വരുന്ന ഡിസ്കൗണ്ട് 100 ആണ്, ₹100. അപ്പൊ 250 നിന്ന് 100 പോയി കഴിഞ്ഞാൽ ബാക്കി ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് എടുക്കാൻ എത്ര ഉണ്ടാവും? 150. 150 മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് റീഇഷ്യൂ ചെയ്യാത്ത മറ്റേ 50 ഷെയറിന്റെ 250 എവിടെ ഉണ്ടാവും? ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഉണ്ടാവും. അത് എടുക്കാൻ പാടില്ല, കാരണം അത് റീഇഷ്യൂ ചെയ്തിട്ടില്ല. മനസ്സിലായോ? റീഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസിന്റെ ബാലൻസിങ് ഫോർഫീച്ചർ എമൗണ്ട് മാത്രമേ ഇവിടെ എടുക്കാൻ പാടുള്ളൂ ടു ദി ക്യാപിറ്റൽ പ്രോഫിറ്റ്. I hope it's clear. Okay, so when a part of the forfeited shares are reissued, the whole balance of forfeiture account cannot be transferred to capital reserve. തൊട്ട് മുകളിലെ പോയിന്റിന്റെ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആണ്. When a part of the forfeited shares are reissued, okay, forfeited ഷെയർ ചെയ്തിട്ടുള്ള ഷെയർസിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാത്രമാണ് റീഇഷ്യൂ ചെയ്തതെങ്കിൽ the whole balance of forfeiture account cannot transfer to the capital reserve. ഓക്കെ, കുറച്ച് ഇപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിൾ 100 ഷെയർ ഫോർഫീറ്റ് ചെയ്തിരുന്നു, അതിൽ 50 ഷെയർ മാത്രമാണ് റീഇഷ്യൂ ചെയ്തത്. പക്ഷെ ബാക്കി വരുന്ന 100 ഷെയറിന്റെയും ഫോർഫീറ്റർ എമൗണ്ട് നമുക്ക് എങ്ങോട്ട് എടുക്കാൻ പറ്റില്ല? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് വി ഹാവ് ടു കൺസിഡർ ഓൺലി റീഇഷ്യൂഡ് ഷെയർസ്. ഓക്കെ, റീഇഷ്യൂ ചെയ്താൽ മാത്രമേ ആ ഷെയറിന്റെ ഫോർഫീറ്റഡ് അക്കൗണ്ടിലുള്ള ബാലൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ആസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. Okay, completed, right? Now the journal entries on reissue of shares. Journal entries on reissue of shares. Bank account debtor, forfeiture account debtor if issued at a discount. Okay, share capital account, to securities premium, reserve account. This is the maximum journal entry. ഇതിൽ issued at par ഉൾപ്പെട്ടിട്ടുണ്ട്, issued at premium ഉൾപ്പെട്ടിട്ടുണ്ട്, issued at ഡിസ്കൗണ്ടും ഉൾപ്പെട്ടിട്ടുണ്ട്.
Okay. Now let me ask you one question. What is the journal entry when the shares reissued at par? നടുത്തെ രണ്ടെണ്ണം ഒഴിവാക്കിയാൽ മതിയോ? conducted to share capital. Yes, very good. Bank account up to share capital. അതാണ് issued at par. Issued at discount ആണെങ്കിലോ? അവിടെ forfeiture account കൂടി വരും. Bank conductor, forfeiture account up to share capital. Yes, very good. Bank account up to forfeiture account up to share capital. അതാണ് issued at discount. What if issued at premium? സാറിനെ ചോദിച്ചോ? Yeah, what if the shares issued at premium? Bank conductor to share capital account to securities. Premium risk account. Yes, that's it. Very good. Bank account up to share capital to securities premium reserve account. ഈ journal entry എല്ലാവർക്കും മനസ്സിലായോ? ഹാഷിർ, റാമിൽ, റയാൻ? Yes, sir. Yes, sir. Okay. Jumana? Yes, sir. Okay, fine. So as narration, you can give reissue of forfeited shares as fully paid up shares. Reissue of forfeited shares as fully paid up shares. Nihal, write down the narration. സ്വപ്നം പിന്നെ കാണാം. Okay. I hope you completed this one. Now, we discussed the capital profit, if any, as a balance in the forfeiture account after reissue. That capital profit will be transferred to the capital reserve. For transfer of that one, we have to follow this journal entry. On transfer of capital profit, sorry, മറ്റേ പാർ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയത്തിന്റെ എഴുതണ്ടോ? അത് നിങ്ങൾ എഴുതിയില്ലേ മുന്നത്തെ journal entry? ഹാഷറി journal എഴുതിയോ? ഹാഷിർ, did you write this journal entry? അത് എഴുതി. പിന്നെ എന്താ വേണ്ടേ? അത് കഴിഞ്ഞിട്ട് സാറ് പാർ ഡിസ്കൗണ്ടും പ്രീമിയം അതിന്റെയും കൂടെ എഴുതണം. അത് എഴുതണ്ടല്ലോ, അത് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതല്ലേ ബ്രാക്കറ്റിൽ കൊടുത്തേ ഈ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഒന്നുകൂടെ പറയാം, ഇഷ്യൂഡ് അറ്റ് പാർ ആണെങ്കിൽ ഏതൊക്കെ വേണ്ട? ഫോർഫ്യൂച്ചർ അക്കൗണ്ട് വേണ്ട, കാരണം അത് ഡിസ്കൗണ്ടിന് കൊടുക്കുമ്പോൾ മതി. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് വേണ്ട, അത് പ്രീമിയത്തിന് കൊടുക്കുമ്പോൾ മതി. മനസ്സിലായോ? സോ ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ, ബാങ്ക് അക്കൗണ്ട് അപ്പ് ടു ഷെയർ ക്യാപിറ്റൽ. മനസ്സിലായോ? ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ടിനാണെങ്കിൽ ഏതൊക്കെ വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ വരും, ഫോർഫീച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ വരും, ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇനി പ്രീമിയത്തിനാണെങ്കിലോ ഹാഷിർ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ വരും, ഷെയർ ക്യാപിറ്റലും വരും, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടും വരും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ മാക്സിമം ജനറൽ എൻട്രി എന്ന് പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺ റേഷ്യോ ഷെയർസ് ബ്രാക്കറ്റിൽ പാർ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് എന്ന് കൊടുത്തോ. കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ഈ ബ്രാക്കറ്റിൽ കൊടുത്ത് നിങ്ങൾ എഴുതിയില്ലേ, ഈ ഇഷ്യൂഡ് ആയിട്ട് ഡിസ്കൗണ്ട്, ഈ ഇഷ്യൂഡ് ആയിട്ട് പ്രീമിയം, അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കിട്ടി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ജനറൽ എൻട്രി മനസ്സിലാവുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് റേഷ്യോ ഷെയർസ് എന്ന് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ പാർ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് എന്ന് ആഡ് ചെയ്യാം. ഓക്കെ, നൗ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തതിനു ശേഷവും ഫോർഫിറ്റർ അക്കൗണ്ടിൽ വല്ല ബാലൻസും ഉണ്ടെങ്കിൽ, റീഇഷ്യൂ ചെയ്ത ഷെയർസിന്റെ വല്ല ബാലൻസും ഉണ്ടെങ്കിൽ
അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് പരിഗണിക്കും. ദാറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. So share forfeiture account debtor to capital reserve. Okay, profit on ratio transferred to capital reserve. I hope you completed. Sir, one. Okay. ഈ ഒരു ഇല്ലസ്ട്രേഷൻ എടുക്കാം. Illustration 60. The directors of Polyplastic Limited resolved that 200 equity shares of ₹100 each be forfeited for non-payment of second and final call of ₹30 per share. Out of this, 150 shares were issued at ₹60 per share to Rohit. Show the necessary journal entries. Okay. Completed? In this question, we have to write 3 journal entries. First one for forfeiture, second one for reissue, third one transfer of capital profit, if any, to the share capital. Sorry, to the capital reserve, not share capital, to the capital reserve. Hope you completed the question. Now, the first journal entry that for forfeiture of shares. Okay, this is not a premium, so it is very easy to write the forfeiture entry because it is issued at par. Okay, so Polyplastic Limited resolved that 200 equity shares of ₹100 each forfeited for non-payment of second and final call of ₹30. Okay, so കമ്പനിയുടെ 200 ഷെയർ ഫോർഫിറ്റ് ചെയ്തു. ഒരു ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ₹100. എന്താ ഫോർഫിറ്റ് ചെയ്യാൻ കാരണം?
ഡ്യൂ ടു നോൺ പേയ്മെന്റ് ഓഫ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഓഫ് ₹30. അതായത് അവസാനത്തെ കോൾ ആയിട്ടുള്ള ₹30 അടക്കാത്തത് കാരണം ഫോർഫിറ്റ് ചെയ്തു. അപ്പൊ എത്ര അടച്ചിട്ടുണ്ടാവും? റാമിൽ, can you say that? 30 രൂപ അടക്കാത്തത് കാരണം ഷെയർ ഫോർഫിറ്റ് ചെയ്തു എന്നാണ് കമ്പനി പറയുന്നത്. സോ ഹൗ മച്ച് ഈസ് പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡർ? റാമിൽ. Ramil, I am audible, right? Yes, sir. How much is paid by the shareholder? Very easy. 150 Sorry, 50 shares. I didn't get you. Not audible. 50 shares. No, my question is not number of shares. What is the amount paid by the shareholder for each share? 60. 60? എത്ര ഷെയർ ആണ് കമ്പനി ഫോർഫിറ്റ് ചെയ്തത് റാമിൽ? 150 shares. 150 shares. സോറി, Forfeit എത്ര ഷെയർ ആണ് കമ്പനി ഫോർഫിറ്റ് ചെയ്തത്? 200. 200 ഷെയർസ്. എന്താ ഫോർഫിറ്റ് ചെയ്യാനുള്ള കാരണം? Second പേ ചെയ്തിട്ടില്ല. അതെത്രയാ? 30. അപ്പൊ ആ പേ ചെയ്യാത്ത ഷെയർ ഹോൾഡർ 200 ഷെയറിന്മേൽ 30 കൊടുത്തിട്ടില്ല. അപ്പൊ ബാക്കി എത്ര കൊടുത്തിട്ടുണ്ടാവും? Yes. How much? 70. That is my question. Okay. ഒരു ഷെയറിന് 100 രൂപയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ 100-ൽ 30 ഷെയർ ഹോൾഡർ അടച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഷെയർ ഫോർഫിറ്റ് ചെയ്തത്. ആ 30 എന്ന് പറയുന്നത് അവസാനത്തെ കോളാണ്. അതായത് അവസാനത്തെയാണ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് ഒക്കെ അതിന് മുന്നെയാണ് വരുന്നത്. സോ 30 അടച്ചിട്ടില്ല എങ്കിൽ ബാക്കി വരുന്ന 70 ആര് അടച്ചിട്ടുണ്ട്? ഷെയർ ഹോൾഡർ അടച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? Anybody? Okay. Now you can write the journal entry for forfeiture. What is the journal entry? Share capital account debtor. Write down. Share capital account debtor. Share capital account debtor. എത്ര എമൗണ്ട് വരാം? കമ്പനി കോൾഡ് അപ്പ് എമൗണ്ട് ആണ് വരിക. എത്രയാ കമ്പനി വിളിച്ചിട്ടുള്ളത്? 200. സോറി, 200 is number of shares, no? കമ്പനി എത്ര എമൗണ്ട് ആണ്? 100 ആണ് ഒരു ഷെയറിന്റെ എമൗണ്ട്. കമ്പനി എത്ര വിളിച്ചിട്ടുണ്ട്? 20,000. യെസ്, 20,000. 200 into 100. ഓക്കെ, ഞാൻ ചോദിച്ചത് എത്രയാണ് കമ്പനി വിളിച്ചിട്ടുള്ളത്? 100. ഓക്കെ, ഒരു ഷെയറിന്മേൽ 100 രൂപയും കമ്പനി വിളിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, കാരണം അങ്ങനെ വിളിക്കുമ്പോഴാണ് അവസാനത്തേത് അടച്ചിട്ടില്ല, അത് കാരണം അയാളുടെ ഷെയർ ഫോർഫിറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അവസാനത്തെ ഷെയർ അയാൾ അടച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്റെ അർത്ഥം കമ്പനി അവസാനത്തെ കോൾ വിളിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സോ കമ്പനി കോൾഡ് ഓൾ ദ എമൗണ്ട്. സോ 200 into 100 അതാണ് കോൾഡ് അപ്പ് എമൗണ്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. 20,000. Now there is no premium, so no other debits. Now go to the credit, to the share forfeiture account. To forfeiture account, in which we have to give the amount paid up by the shareholder. Paid up amount by the shareholder. ഫോർഫീച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് അല്ലേ? ക്രെഡിറ്റ് ടു എന്ന് പറഞ്ഞല്ലോ ഞാൻ.
Sir, 7,000. Sorry, 7,000 ആണ്. no. 70 is the amount paid by the shareholder. What is the number of shares forfeited? 70 രൂപ അടച്ചിട്ടുണ്ട്. എത്ര ഷെയറിന്മേൽ? What is the number of shares forfeited? Nihal. 200. And 200 into 70. അതാണ് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് വരാം. നമ്മൾ ജനറൽ എൻട്രീസിൽ എഴുതി വെച്ചിട്ടുണ്ട് ടു ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് പെയ്ഡ് അപ്പ് എമൗണ്ട്. അയാൾ എത്ര വരെ അടച്ചു അതാണ് എഴുതുക. അയാൾ 30 അടച്ചിട്ടില്ല എന്ന് പറയുന്നു, അപ്പൊ ബാക്കി 70 അയാൾ അടച്ചിട്ടുണ്ട്. ഓക്കെ, സോ 70 into 200 എത്ര വരും? 14,000. ഓക്കെ, സോ ഇനി കിട്ടാത്ത എമൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല. സോ ടു ഷെയർ അലോട്ട്മെന്റ് കൊടുക്കേണ്ടതില്ല. ഓക്കെ, സോ ടു ഷെയർ കോൾ അക്കൗണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് ഷെയർ കോൾ യു can give to share second and final call. 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 ഓക്കെ, എത്ര എമൗണ്ട് വരിക? കമ്പനി വിളിച്ചിട്ട് അയാൾ അടക്കാത്ത എമൗണ്ട് 200 ഷെയർമേൽ എത്രയാണ് ആൾ അടക്കാത്തത്? 30. ഓക്കെ, 30 അടക്കാത്തത് കാരണമാണ് ആളുടെ ഷെയർ ഫോർഫിറ്റ് ചെയ്തത്. 30 ആൾ അടച്ചിട്ടില്ല. 200 into 30, 6,000. 200 into 30, 6,000. Now debits and credits are equal, right? You can give the narration. Forfeited 200 shares. Forfeited 200 shares due to non-payment of call money or second and final call. Due to non-payment of second and final call. Okay, this is the journal entry for forfeiture only. Now we have to give the journal entry for reissue. Okay, so narration താഴെ ഒരു ലൈൻ കൊടുക്കുക. ഫോർമാറ്റ് വരച്ചവരും വരക്കാത്തവരും ലൈൻ കൊടുക്കുക. നരേഷന്റെ താഴെ ഒരു ലൈൻ കൊടുക്കുക. അടുത്ത journal entry സ്റ്റാർട്ട് ചെയ്യാം. Okay, what is the journal entry for forfeiture? See, here it says that 150 shares were reissued at 60 per share to Mohit. It is issue of shares at a par, discount or premium. Why? Because shares of rupees 100 is reissued at rupees 60, which means 40 is as 40 rupees is there as discount. Okay, is the company forfeited all if the company reissued all the shares? No, only 150, right? So 50 shares are not reissued. So company reissuing only 150 shares. 150 shares is reissued. Now you can give the journal entry for reissue. What is the first one? Check your note. It is issued at a discount. Give the journal entry. Bank account debtor. Forfeiture account. Forfeiture account debtor. Very good. To share capital. Write down. Bank account debtor. Share forfeiture account debtor. To share capital. Forfeiture account debtor. To
to share capital. Okay. So two debits are there, bank account and a share forfeiture, and one credit, that is to share capital. To the bank account, how much will you receive? Number of shares into issue price. Number of shares reissued into issue price. That is 150 into 60. 150 into 60. How much? 9,000. 9,000. So to the bank account, you will receive 9,000. But you have to adjust the discount. So the discount will be adjusted from where? Forfeiture account. Okay. So what is the discount? 40. 40 into 150. 40 into 150. How much? 5,000. Not 5,000. 6,000. 6,000. Okay. 40 into 150. 6,000 rupees. Okay. Now to the share capital. How much? 15,000. 15 into 100. 15,000. 150 into 100. 150 into 100. 15,000. What's the narration? Reissue of forfeited shares. You can give the reissue of 150 shares. You can give reissue of 150 shares at rupees 60. At rupees 60. That's enough. Sorry. Okay, now we have one more journal entry. That is what? Definitely there will be what? 50 shares ബാക്കിയുണ്ട്. Not that one. What will you do the balance amount of forfeit reissued shares in the forfeiture account? That will be considered as reissue ചെയ്തിട്ടുള്ള forfeited ഷെയർസിന്റെ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസിനെ എന്തായിട്ട് പരിഗണിക്കും? Capital reserve അതല്ലേ? Capital profit. Okay, that will be transferred to the capital reserve. So what is the journal entry for transfer of capital profit to the capital reserve? Forfeiture account. Forfeiture account up to Capital reserve. capital reserve. Share the account up to capital reserve അല്ലേ? Share forfeiture account up to capital reserve. Write the journal entry. Share forfeiture account debtor to capital reserve. Sir, journal entry എന്തേനു? Share forfeiture account up to capital reserve. journal entry തൊട്ട് മുന്നേ എഴുതി വെച്ചില്ലേ ഹാഷിം? തൊട്ട് മുന്നേ തിയറി പാർട്ടിൽ എഴുതി വെച്ചില്ലേ? ഈ ക്വസ്റ്റ്യന്റെ തൊട്ട് മുന്നേ. ഓക്കെ, മനസ്സിലാക്കിയിട്ട് എഴുതുക കേട്ടോ. ഷെയർ ക്യാപിറ്റൽ forfeiture account up to share capital reserve or share capital reserve. Now guess the amount to be transferred as capital profit. എത്രയായിരിക്കും ഉണ്ടാവുക? into 100 ആ. Sorry, 150 into 100 ആണ്. I mean 50 into 100. 50 into 100 50 into 60 അല്ലേ? 50 into 60.
60? How? ഞാൻ ചോദിക്കട്ടെ, ടേക്ക് യുവർ ജേർണൽ എൻട്രി ഓഫ് forfeiture. How much you transfer to the share forfeiture account? 14,000. 14,000 for how many shares? 70. I mean 200. 14,000 for 200 shares. So for one share, 70. 70. Okay. മനസ്സിലായല്ലോ? 200 ഷെയറിന് 70 രൂപ വെച്ചിട്ട് നിങ്ങൾ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് 14,000 രൂപ 14,000 നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അത് എത്ര ഷെയറിനാ? 200 ഷെയറിനാണ്. നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് എത്രയാ? 150. അപ്പൊ ഒരു ഷെയറിന് 70 എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 150 ഷെയറിന് എത്ര എമൗണ്ട് ഉണ്ടാവും ഫോർഫീച്ചർ അക്കൗണ്ടിൽ? 150 into 70. നമ്മൾ റീഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസിന്റെ ഫോർഫിറ്റഡ് എമൗണ്ട് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. 10,500. എത്രയാ? 150 into 70. 10,500. 10,500, റൈറ്റ്? ആ 10,500 ആണ് ഈ 150 ഷെയർസിന്റെ ഫോർഫിറ്റഡ് എമൗണ്ട് അല്ലേ? ഇനി ഈ 150 ഷെയർസ് റീഇഷ്യൂ ചെയ്യാൻ, ഡിസ്കൗണ്ടിന് റീഇഷ്യൂ ചെയ്യാൻ നമ്മൾ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് ഇല്ലേ? റീഇഷ്യൂന്റെ ജേർണൽ എൻട്രി നോക്കൂ. 6,000. അവിടെ നമ്മൾ ഫോർഫിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കും. 150 ഷെയർ ഡിസ്കൗണ്ടിന് റീഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 6,000. എത്ര എടുത്തിട്ടുള്ളേ? 6,000. ഓക്കെ, ഇപ്പൊ 6,000 നമ്മൾ എടുത്തു. ആ 150 ഷെയറിന് എത്ര ഉണ്ടായിരുന്നു? 10,500 ഉണ്ടായിരുന്നു ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ. അതിൽ നിന്ന് നമ്മൾ 6,000 എടുത്തു. ബാക്കി എത്ര? 8,000. 10,500 നിന്ന് 6,000 പോയ എങ്ങനെയാ ഹാച്ചറ 8,000 വരാ? 14,000 എടുത്തു. സോറി. 40,000 എടുക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 200 ഷെയർ റീഇഷ്യൂ ചെയ്തിട്ടില്ല, 150 ഷെയർ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. സോ ദാറ്റ് വിൽ ബി കൺസിഡേർഡ്. കഴിഞ്ഞിട്ട് ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ 150 ഷെയറിന്റെ ഫോർഫിച്ചർ അക്കൗണ്ടിൽ ഫോർഫിച്ചർ എമൗണ്ട് 10,500 ഉണ്ടായിരുന്നു, 10,500. അതിൽ നിന്ന് 6,000 വി കൺസിഡേർഡ് ഫോർ റീഇഷ്യൂ. ദ റിമൈനിങ് എമൗണ്ട് ഈസ് 4,500. That is capital profit. Okay, so for that journal entry you can give capital profit forfeiture account up to capital reserve amount നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? 4,500 എന്ന് കൊടുക്കാം. മനസ്സിലായോ എങ്ങനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് കിട്ടിയെന്ന്? യെസ് സർ. ഇപ്പൊ നിങ്ങൾ എസ് പറയും, നാളെ ചോദിച്ചാൽ നിങ്ങൾ നോ എന്നും പറയും. അതുകൊണ്ട് അതിന്റെ സ്റ്റെപ്സ് എഴുതി വെച്ചോ. കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്ലോസ് ചെയ്തിട്ട് നരേഷൻ എന്തോ? നരേഷൻ എഴുതിക്കോ. നരേഷൻ എന്താ? ഈസി. Capital profit transferred to the capital reserve. Okay, capital profit transferred to the capital reserve. Okay, journal entries close here. Tare calculation of capital profit. Capital profit transferred to the share capital reserve transferred to the capital reserve. ചുരുക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് മാത്രം എഴുതാം. എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദി ക്യാപിറ്റൽ റിസർവ്. എഴുതിയോ?
Yes, sir. താഴെ എഴുതിക്കോ നമ്പർ ഓഫ് റീഇഷ്യൂഡ് ഷെയർസ്. വെയിറ്റ് എഴുതി തുടങ്ങിയോ? ഇല്ല. ആരും എഴുതിയില്ലല്ലോ. ഓക്കെ, ആദ്യം ഇങ്ങനെ എഴുതിക്കോ. Forfeited amount per share forfeited amount per share എത്രയാ? is equal to how much? 14,000. Wrong answer. Is that for one share, Nihal? No. Per share എന്ന് പറഞ്ഞാൽ എന്താ നിഹാലെ? ഒരു ഷെയറിന് എത്രയാന്നുള്ളതാണ്. എത്രയാ? 70. എന്താണ് റാമിൽ ഉറക്കം വരുന്നോ? Sir, forfeited amount 30 അല്ലേ ഉള്ളൂ? What, Nihal? Forfeited amount 30 per share അല്ലേ? നീ 30 per share ആണോ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഫോർഫിറ്റ് ചെയ്തപ്പോ? ഇത് പാകെ ഡൗട്ട്. എവിടെ എനിക്ക് ഡൗട്ട് ചോദിക്ക്. അല്ല, forfeited amount per share അല്ലേ? ശരിക്കും ഇവിടെ 30 forfeited ആയിട്ടുള്ളൂ, ബാക്കി പേയ്മെന്റ് നടത്തിയിട്ടില്ലേ? ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഏത് എമൗണ്ട് എടുക്കുക? അയാൾ അടച്ച എമൗണ്ട് അല്ലേ എടുക്കുക? എളുപ്പ എമൗണ്ട് ആണ്. അപ്പൊ ഫോർഫിറ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ച എമൗണ്ട്. ഫോർഫിറ്റഡ് എമൗണ്ട് പെർ ഷെയർ ഉദ്ദേശിക്കുന്നത് ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഓരോ ഷെയറിന്റെയും എമൗണ്ട് ഈസ് ഈക്വൽ ടു 70. അത് എഴുതിയല്ലോ. And Hashim and Jumana, what is your status? Are you able to follow? Yes, sir. Hashim? Yes, sir. Okay. So, താഴെ നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക നമ്പർ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ്. How much? 150. 150. Number of shares reissued 150. തൊട്ട് താഴെ forfeited amount on reissued shares is equal to തൊട്ട് താഴെ എഴുതിക്കോ forfeited amount on reissued shares is equal to എത്രയാ? തൊട്ട് മുകളിലെ ഫിഗേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 150 into 70. 10,500. അങ്ങനെ തന്നെ കൊടുക്കണേ. 150 into 70 is equal to 10,500. അങ്ങനെ തന്നെ ഇക്വേഷൻ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒന്നും തിരിയില്ല. ഓക്കെ, എഴുതിയല്ലോ. തൊട്ട് താഴെ എഴുതിക്കുക amount used for issue amount used for reissue നോട് amount used for reissue at a discount. amount used for reissue at a discount. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാൻ നമ്മൾ എത്ര എമൗണ്ട് യൂസ് ചെയ്തു? എത്രയാ? 150 into എത്ര ഡിസ്കൗണ്ട്? 150 into 40. 150 into 40 is equal to 4,000 അല്ലേ? സോറി 6,000. 4,000 അല്ല 6,000. 150 into 40 6,000.
താഴെ ബാലൻസ് ഇൻ ഫോർഫീച്ചർ അക്കൗണ്ട്, ബാലൻസ് ഇൻ ഫോർഫീച്ചർ അക്കൗണ്ട്, balance in forfeiture account on 150 shares, balance in forfeiture account on 150 shares is equal to 10,500 minus 6,000. 10,500 minus 6,000 is equal to 4,500. 4,500. Okay. I hope it's clear. That is how to calculate capital profit. Okay. പലപ്പോഴും ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും 200 ഷെയറിന്റെ ഫോർഫിറ്റഡ് എമൗണ്ട് എടുക്കും കാൽക്കുലേഷന് വേണ്ടിയിട്ട്. അത് തെറ്റാണ്, ഒരിക്കലും എടുക്കരുത്. എത്രയാണോ റീഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത്രയും ഷെയറിന്റെ ഫോർഫിറ്റഡ് എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റീഇഷ്യൂ ചെയ്യാത്ത ഷെയറിന്റെ ഫോർഫിറ്റഡ് അക്കൗണ്ട് നിങ്ങൾ തൊടാനേ പാടില്ല. മനസ്സിലായല്ലോ? Always remember that. So that's it about today's lesson and this chapter. We have few homework. Equation നിങ്ങൾ already കൊടുത്തല്ലേ? Number of shares applied വെച്ചിട്ട് shares allotted calculate ചെയ്യുന്നത്. sir. ഒരു 4 ഹോംവർക്ക് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണ്ട, ഞാൻ പിന്നീട് തരാം. ബിക്കോസ് യു ഹാവ് എക്സാം ഓൺ 18th, റൈറ്റ്? 18th അക്കൗണ്ടൻസിയുടെ എക്സാം. സോ യു ഹാവ് ടു പ്രിപ്പയർ വെരി വെൽ. എല്ലാവരും രജിസ്റ്റർ ചെയ്തില്ലേ? നിഹാല് ചെയ്തോ? ജുമാന ചെയ്തോ? ക്ലാസ് കഴിഞ്ഞ ഉടനെ ചെയ്തിട്ടില്ലെങ്കിൽ. ഹാഷിം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഹാഷിം ഓക്കെ ഓക്കെ, നന്നായിട്ട് പഠിക്കുക. അതിന് മുന്നേ ഇനി നമുക്കൊരു ക്ലാസ്സും കൂടെ കിട്ടും. 2 പീരീഡ് കിട്ടും ഓൺ സാറ്റർഡേ. ഓക്കെ, അന്ന് നമ്മൾ മറ്റേ കുറഞ്ഞൊരു പോർഷൻ കൂടെ എടുക്കാനുണ്ട്, അതുകൂടെ എടുക്കും. അപ്പൊ നമ്മൾ ഈ ടേമിലേക്കുള്ള പോർഷൻസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ പോർഷൻസ് നല്ലോണം നോക്കാം. ഇൻ ബിറ്റ്വീൻ ഞാൻ MCQ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. MCQ ഒക്കെ ടെക്സ്റ്റ് ബുക്കിലാണ്, പ്രിന്റഡ് മെറ്റീരിയൽ ആണ്. അത് ഇതിലേക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആക്കിയിട്ട് ഗൂഗിൾ ഫോമിലേക്ക് ഇട്ട് തരാം. സോ യു കൻ പ്രാക്ടീസ്. ഓക്കെ, ഞാൻ അയച്ചു തന്നിട്ടുള്ള ഞാൻ അൽ ഹിന്ദിന്റെ മെറ്റീരിയൽസ് ഒക്കെ അയച്ചു തന്നിരുന്നു അല്ലെ ഗ്രൂപ്പില് കുറച്ചു മുന്നേ. October 5 or September 14. I don't remember the date. ആ ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും.